മുന്നിൽ കുഴിയുണ്ട്, നിൽക്ക. അതിന് ഞാൻ കുഴി ആനയൊന്നുമല്ല, കൊമ്പൻ ആനയാ. എടാ വണ്ടി മുമ്പോട്ട് എടുക്ക. പോട്ടെ പോട്ടെ പോട്ടെ. തനിക്കെന്താ ചെവിയായിട്ടൂടെ? വണ്ടി എടുക്കണോ? ഇയാളെ കൊണ്ട് കണ്ടില്ല ഒരു കൂസലുമില്ല. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ. കൊള്ളാം. ഈ നഗരം അവിശ്വസനീയമായ ശാന്തിയിൽ നിറഞ്ഞാടുകയാണ്. ഇപ്പൊ വളരെ ശാന്തമായ കാലാവസ്ഥയാണല്ലോ. ഈ ഏകാന്തതയിൽ സത്യം പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുന്നു. ഇതെന്താ പോയത്? റോക്കറ്റോ? ഇവരുടെ ഹോണടി ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുന്നില്ലല്ലോ. വളരെ ക്ലേശകരമായ അവസ്ഥ തന്നെയാണ്. ഈ റോഡിൽ നിന്ന് പെട്ടെന്ന് മാറുന്നതാ നല്ലത്. സ്ഥലം വിടാം. അഥവാ ഉരുളക്കിഴങ്ങിന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അമ്മയെ എന്ത് വിളിക്കായിരുന്നു? എന്താ? ഉരുളക്കിഴങ്ങിന്റെ അമ്മയെന്ന്. വേറൊന്ന്, അഥവാ ഉരുളക്കിഴങ്ങിന് കൊടുക്കത്തെ ലക്കാണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ടാക്കി എങ്ങനെ പറയും? എന്താ പറയുക? ഒലക്കെന്ന് പറയും. വേഗം കൈയടിക്കേ. അതെ, ആരെങ്കിലൊക്കെ ഒന്ന് കൈയടിക്കുന്നേ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ വെച്ചെന്റെ മാനം പോവും. ഉരുളക്കിഴങ്ങ് വേണോ? ഉരുളക്കിഴങ്ങ്. എന്തോന്ന് കിഴങ്ങനെന്നോ? എടോ, എന്റെ അമ്മാവന്റെ മോനെയാ സാധാരണ കിഴങ്ങനെന്ന് വിളിക്കാറ്. ഇത് താൻ വേറെ ആരോടും പറയണ്ട കേട്ടോ. കിഴങ്ങനെന്നല്ല, ഉരുളക്കിഴങ്ങെന്നാ പറഞ്ഞത്. നീ ഒരു ആനയല്ലേ? ഞാനൊരു കരിമ്പ് തരാം. താൻ എന്താടോ ഈ പറയുന്നത്? ഞാനൊരു ആനയാടോ? എന്നെ കൊണ്ട് ഇരുമ്പൊന്നും കഴിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു കരിമ്പ് കഴിക്കാം. എന്റെ പൊന്നോ, എടോ ഇരുമ്പല്ലടോ കരിമ്പ്. അതാ പിടിച്ചോ, എന്നിട്ട് നന്നായിട്ട് തട്ടിക്കോ. എന്തോന്ന് തട്ടുവന്നോ? ആഹാ, താൻ എന്നെ തട്ടുവന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, അവൻ ഇത്രയും വലിയ ചെവി ഉണ്ടായിട്ട് അവന് കേട്ടൂടെ? എന്റെ കച്ചവടാകെ കൊളാക്കുന്നാ തോന്നുന്നത്. നീ ഒന്ന് പോ. പാവലും പടവലൊന്നും എനിക്ക് വേണ്ട. ഞാൻ ദേ ഇത് കഴിച്ചോളാം. എന്റെ അമ്മേ, അടച്ചു പൊളച്ചു തിമിർത്തു. കേൾവിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, വിശപ്പിന് ഒരു കുഴപ്പമില്ല. ആനയോട് മാത്രം കളിക്കല്ലേ കൂട്ടുകാരെ. കണ്ടില്ലേ, മൊത്തം പച്ചക്കറി തിന്നു തീർത്തു. ഇല്ല, ദേ ഒരു ക്യാരറ്റ് ബാക്കിയുണ്ട്. എന്നെ എന്തിനാ നോക്കുന്നേ? ഞങ്ങൾ തന്ന കാശിനുള്ളത് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു ക്യാരറ്റ് അല്ലേ? അവനാണ് മുതലാളിയുടെ സൂട്ട് കളവ് പോകാൻ കാരണം. അല്ല, ഇങ്ങനെ 3 പ്രാവശ്യം പറയുന്നത് എന്തിനാ? എടോ, ഞാൻ ഇതിനു മുമ്പ് TV സീരിയലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 പ്രാവശ്യം റിയാക്ഷൻ കൊടുത്ത് ശീലിച്ചു പോയതാ. ആനയെ വേഗം പിടിക്ക്. എന്റെ പൊന്നാനച്ചേട്ടാ, എന്താ പ്രശ്നം? അവരോട് ഏറ്റുമുട്ടിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം ആ ഷെർവാണി മോഷ്ടിച്ചവരെ കണ്ടെത്തണം. ഓടിക്കോ. നിങ്ങൾ മുന്നോട്ട് വയ്ക്കോ, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് ഫേമസ് ആണല്ലോ. അവരല്ലേ നിങ്ങളാ? നിങ്ങൾ അവര് തന്നെയല്ലേ? ഇവിടെ നിന്ന് ഇപ്പൊ പോയില്ലേ? അവര് തന്നെയല്ലേ നിങ്ങളെ ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യമായിട്ട് കാണുകയാണ്. ഈ പട്ടിക്കുട്ടി നമ്മുടെ വിലയേറിയ എപ്പിസോഡിന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മളിപ്പോ ആനയെ പിടിച്ചേനെ. പിടിക്കവനെ. നല്ല പഴം. എന്റെ പൊന്നാനച്ചേട്ടാ, എന്താ പ്രശ്നം? അവരെന്താ ചേട്ടന്റെ പിന്നാലെ വരുന്നേ?
അവരെന്റെ പുറകെ നിപ്പുണ്ടെന്നോ? അനിയ, എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ ദൈവത്തെ ഓർത്ത്. ഇതിപ്പോ ആനയാണോ ആനമുടിയാണോ? സത്യത്തിലേ ഒരു വലിയ മലയുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. അനിയ, ഇന്നലെ ഞാൻ കുളിക്കുന്ന സമയത്ത് എന്റെ ചെവിയിൽ കുറച്ച് വെള്ളം കയറിയായിരുന്നു. അതിനുശേഷം എന്റെ കേൾവി അങ്ങ് കുറഞ്ഞു. എന്റെ മുതലാളി എന്നോട് വന്ന് പറഞ്ഞു, ആ വിലപിടിപ്പുള്ള ഷെർവാണി ഒന്ന് സൂക്ഷിച്ചോളാം. പക്ഷെ ഞാൻ കേട്ടത് വീട്ടിലെ പൂക്കളിലെ പ്രാണികളെ ഓടിക്കണമെന്നായിരുന്നു. ഞാൻ ആ പ്രാണികളെ ഓടിക്കാൻ പോയ തക്കത്തിന് വീട്ടിലെ ഷെർവാണി ആരോ അടിച്ചോണ്ട് പോയി അനിയ. ഓ നോ, ഒരു ഷെർവാണിക്ക് വേണ്ടിട്ടാണ് ഇവരിങ്ങനെ ഓടിക്കുന്നത്. എന്റെ കയ്യിൽ 2 ഷെർവാണിയുണ്ട്. അതിലൊരു ഷെർവാണി ഈ ചേട്ടന് കൊടുത്തേക്ക്. എടാ ഷെർവാണി സ്വർണത്തിന്റേതാണ്, സംശയമുണ്ടോ? എന്നാ പിന്നെ സ്വർണ്ണ കളറിൽ കിടത്തി മുക്കി കൊടുത്താലോ? അധിക സമയം അവരെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇവനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയേ മതിയാകൂ. അവരോട് ഏറ്റുമുട്ടിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം ആ ഷെർവാണി മോഷ്ടിച്ചവരെ കണ്ടെത്തണം. ഓടിക്കോ. എടാ എടാ, എങ്ങോട്ടാടാ ഓടുന്നേ? അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആ ആനെങ്ങനെ കേട്ട് കഴിഞ്ഞാ ഇടി പാഴ്സലായിട്ട് കിട്ടും. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുന്നിൽ കുഴിയുണ്ട്, നിൽക്ക. അതിന് ഞാൻ കുഴിയാനയൊന്നുമല്ല, കൊമ്പനാനയാ. നോക്ക്, താഴോട്ടിങ്ങ് പോന്നു. തേങ്ങാക്കൊല. തേങ്ങാക്കൊലെ? എവിടെയാണ് തേങ്ങാക്കൊല? മേഡം പച്ചക്കറിയോടൊപ്പം ഒരു തേങ്ങയും കൂടി വാങ്ങാൻ പറഞ്ഞിരുന്നു. എടാ തേങ്ങാ തലയാ, ഞാൻ ഒരു ആവേശത്തിന് പറഞ്ഞതാ. അവന്മാര് കാരണം ബാറ്റ് അടിക്കുന്ന പോലെ ഇപ്പൊ നെഞ്ചടിക്കുന്നേ. എന്ത്? ലീവ് യുവർ ഹാൻഡ്. ഓക്കേ. കൊച്ചളിയ, ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടത് ആ കുട്ടിയാണ് കാരണമാണ്. പതുക്കെ പറയാ വലിയ എളിയ. ആ ആനെങ്ങനെ കേട്ട് കഴിഞ്ഞാ ഇടി പാഴ്സലായിട്ട് കിട്ടും. അത് കേൾക്കൊന്നുമില്ല. അയാളുടെ ചെവി പൊട്ട ചെവിയാ. എട പൊട്ട പൊട്ട പൊട്ട. എന്റെ മുന്നിൽ വെച്ച് എന്നെ പൊട്ടാന്ന് വിളിക്കുന്നു, അതും മറ്റുള്ളവർ കേൾക്ക ഇത്ര ഉച്ചത്തിൽ. ചേട്ടൻ ഇത് മാത്രം എങ്ങനെയാ കേട്ടത്? എനിക്ക് തോന്നുന്നത് ആ പുഴവെള്ളത്തിൽ വീണത് കൊണ്ടാണ് അടഞ്ഞിരുന്ന എന്റെ ചെവിയിലെ വെള്ളമൊക്കെ പുറത്തേക്ക് പോയതെന്ന്. അവിശ്വസനീയം തന്നെ. എനിക്കിപ്പോ എന്റെ ചെവി കേൾക്കാം. ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും എനിക്കത് കേൾക്കാം. അഥവാ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാ പിന്നെ എപ്പോഴെങ്കിലും കുറച്ചും കൂടി വെള്ളം അകത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അകത്തുള്ള വെള്ളവും ചേർത്ത് പുറത്തേക്ക് പോകുന്നതാണ്. ആ ഷെർവാണി മോഷ്ടിച്ചെന്നുള്ള കുറ്റമാണ് ആ ആനയുടെ പേരിൽ ഇപ്പൊ ചുമത്തിയിരിക്കുന്നത്. നമ്മളാണ് ആ ഷെർവാണി മോഷ്ടിച്ചതെന്ന് ഇപ്പോഴും നമ്മുടെ മുതലാളിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവന്മാര് തന്നെയാണ് ആ ഷെർവാണി മോഷ്ടിച്ചത്.
അതെങ്ങനെ നിനക്കറിയാം? എന്റെ 2 ചെവിയും വൃത്തിയായതോടുകൂടി നേരത്തതിനേക്കാൾ നന്നായി ഇപ്പോ കേൾക്കാം. അങ്ങ് ദൂരെയുള്ള ചെറിയ ശബ്ദം പോലും ഇപ്പോ എന്റെ ചെവിയിൽ നന്നായി കേൾക്കാം. ആ സ്വർണത്തിന്റെ ഷെർവാണി അവർ മോഷ്ടിച്ചെടുത്തിട്ട് ആ കുറ്റ എന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് അവർ ഇപ്പോൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. അടിച്ചു പൊളിച്ചു തിമിർത്തു. അവർ രണ്ടുപേരും നല്ലവരെ പോലെ അഭിനയിക്കുകയായിരുന്നു. വരൂ, ഇനി നമുക്ക് അവന്മാരെ കുറച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാം. കൂട്ടുകാരെ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആ? അതെ ചേട്ടാ, ഞങ്ങള് കീഴടങ്ങാൻ വന്നതാണ്. ഇതാ നിങ്ങളുടെ സ്വർണ്ണ ഷേർവാണി. ഇതാണ് ശരിക്കുമുള്ള ഷെർവാണി എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെർവാണി ഏതായിരിക്കും? 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 ഇനി എന്തിനാ നോക്കി നിൽക്കുന്നേ? ശരിക്കുള്ള ഷെർവാണി യവന്മാരുടെ കയ്യിലുണ്ട്. ആട്ടിച്ച് ചുരുട്ടവന്മാരെ. ഓടിക്കോടാ, ഓടിക്കോ, ഓടിക്കോ. ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണേ. മുതലാളിയോട് എല്ലാ കുറ്റങ്ങളും ഏറ്റു പറയാമേ. പറയാം. നിങ്ങൾ എല്ലാരോടും എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഈ സ്വർണ്ണ ഷെർവാണി തിരിച്ചു കൊടുത്താൽ മുതലാളി എന്നെ ജോലിയിൽ തിരിച്ചെടുക്കും. എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇത് വളരെ അത്ഭുതവും ആശ്ചര്യവും പ്രശംസ അർഹിക്കുന്നതുമായ കാര്യം തന്നെയാണ്.